അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. രുജുവായ പാതയിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണേ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രകീർത്തിച്ച് ആരാധനകളും അനുഷ്ഠാനങ്ങളുമെല്ലാം അവനിൽ അർപ്പിച്ച് ആവശ്യങ്ങൾ അവനോട് ഉന്നയിക്കുകയാണ്. ഒരു വ്യക്തിയുടെ പരമപ്രധാനമായ ആവശ്യമാണ് ഹിദായത്ത് എന്ന് പറയുന്നത്, അഥവാ സന്മാർഗദർശനം. ഈ ചോദ്യം ഈ സൂറത്തിൽ വരുന്നതുകൊണ്ടാണ് സൂറത്തു തഅലീമിൽ മസ്അല അല്ലെങ്കിൽ സൂറത്തു സുആൽ, എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന അധ്യായം അല്ലെങ്കിൽ ചോദ്യം എന്നർത്ഥം വരുന്ന നാമം ഈ സൂറത്തിന് ലഭിക്കാനുള്ള കാരണം. സിറാത്തുൽ മുസ്തഖീം അഥവാ ഋജുവായ പാത എന്നാൽ എന്താണ്? ഹുവ ത്വരീഖുൽ വാളിഹു അല്ലദീ ലാ ഇവ്ജാജ ഫീഹി. വളവില്ലാത്ത വ്യക്തമായ വഴിയാണത്. വിശുദ്ധ ഖുർആനിൽ ശൂറ 52-53 ആയത്തുകളിൽ കാണാം, വ ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം സിറാത്തില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർദ്. നിശ്ചയം അങ്ങ് സൽപാന്താവിലേക്ക് ജനങ്ങളെ നയിക്കുന്നവരാണ്. ആകാശഭൂമികളുടെ ഉടമസ്ഥനായ അള്ളാഹുവിലേക്കുള്ള വഴിയാകുന്നു സൽപാന്താവ്. സൂറത്തുൽ അൻആമിലെ 153 സൂക്തത്തിലും കാണാം സിറാത്തുൽ മുസ്തഖീം എന്ന പ്രയോഗം. വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അള്ളാഹു കൽപ്പിക്കുന്നത് കാണാം, ഇതെൻ്റെ സൽപാന്താവാണ്, അതുകൊണ്ട് ആ വഴിയിൽ അങ്ങ് പിൻപറ്റണം എന്ന്. വദാലിക സിറാത്തുൽ മുസ്തഖീം ഹുവ അൻ യകൂനൽ ഇൻസാനു മുഅരിദൻ അമ്മാ സിവല്ലാഹി മുഖ്ബിലൻ ബികുല്ലിയത്തി ഖൽബിഹി വഫിക്രിഹി വദിക്രിഹി അലല്ലാഹ്. ചിന്ത കൊണ്ടും സ്മരണ കൊണ്ടും ഹൃദയം കൊണ്ടും പൂർണ്ണമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് സമർപ്പിച്ച് അല്ലാഹു അല്ലാത്തതിൽ നിന്ന് ഹൃദയത്തെ മുക്തമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനായിത്തീരുന്നതാണ് സിറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ട് താൽപ്പര്യമെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നുവെച്ചാൽ സമ്പൂർണമായ സമർപ്പണം. റാസി റളിയല്ലാഹു അൻഹു തുടരുന്നത് കാണാം, അള്ളാഹുവിങ്കൽ നിന്ന് സ്വന്തം മകനെ ബലിയറുക്കാനുള്ള നിർദ്ദേശം ലഭിച്ചാൽ ഇബ്രാഹിം അലൈഹിസ്സലാം അതനുസരിച്ചതുപോലെയുള്ള വിധേയത്വം, ഇസ്മായിൽ അലൈഹിസ്സലാം അതിന് വഴങ്ങിക്കൊടുത്തതുപോലെയുള്ള അനുസരണ, സ്വയം ശരീരത്തെ സമുദ്രത്തിലെറിയാൻ ആവശ്യപ്പെട്ടപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം അതിന് തയ്യാറായതുപോലെയുള്ള സന്നദ്ധത, ഒരു ജനതയുടെ പ്രവാചകരായിരുന്നിട്ടും അവരെക്കാൾ അറിവുള്ളവരുണ്ടെന്ന നിർദ്ദേശം ലഭിച്ചപ്പോൾ അവരെ പിന്തുടരാൻ സന്നദ്ധരായ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അനുസരണ, പ്രബോധന വഴിയിൽ വിഭാഗീയതകളുടെയും കൊലപാതകത്തിൻ്റെയും മേൽ ക്ഷമിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അക്ഷരം പ്രതി അനുസരിച്ച സക്കരിയ അലൈഹിസ്സലാമിൻ്റെയും യഹ്യ അലൈഹിസ്സലാമിൻ്റെയും അനുസരണശീലം. അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെയും സമ്പൂർണ്ണ സമർപ്പിതമായ ജീവിതത്തിലേക്ക്, ആ വഴിയിലേക്ക് എന്നെ നീ വഴി നടത്തണേ എന്നാണ്, ഋജുവായ പാതയിലേക്ക് എന്നെ വഴി നടത്തണേ എന്നതുകൊണ്ടുള്ള താൽപ്പര്യമെന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുന്നത് കാണാം. ഫൽ മുറാദു ബിഖൗലിഹി ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം ഹുവൽ ഇഖ്തിദാഉ ബി അംബിയാ ഇല്ലാഹി ഫിസ്സബ്രി അലശ്ശദാഇദി വസ്സബാത്തി ഇൻദ നുസൂലിൽ ബലാ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നതുകൊണ്ടുള്ള വിവക്ഷ, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്ന ഘട്ടത്തിൽ അമ്പിയാക്കൾ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുകയും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ കാലിടറാതെ ഉറച്ചു നിൽക്കാൻ അമ്പിയാക്കളുടെ വഴി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു വഴിയിലേക്കെന്നെ നയിക്കണേ എന്നാണ് അതിൻ്റെ താൽപ്പര്യമെന്ന് ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നത് കാണാം. വലാശക്ക അന്ന ഹാദാ മഖാമുൻ ഷദീദുൻ. ഇത് ശക്തമായ ഒരു ഘട്ടമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ലിഅന്ന അക്സറൽ ഖൽഖി ലാ ത്വാഖത ലഹും ബിഹി. അധിക ആളുകൾക്കും ഈ പ്രയാസത്തിൽ ക്ഷമിക്കാനും പരീക്ഷണങ്ങളിൽ സഹിക്കാനുമുള്ള കഴിവില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് വഴി നടന്ന അമ്പിയാക്കളുടെ ആ ക്ഷമയുടെയും സഹനത്തിൻ്റെയും പാതയിലേക്ക് എന്നെ സദാ നയിക്കണേ എന്നാണ് ഈ ആയത്തുകൊണ്ട് താൽപ്പര്യപ്പെടുന്നതെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. അതാണ്
ഋജുവായ പാത കൊണ്ടുള്ള വിവക്ഷ എന്ന് ഒരഭിപ്രായം പങ്കുവെക്കുന്നുണ്ട്. മറ്റൊരഭിപ്രായം പറയുന്നത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.